സർക്കാരിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത്, ഹവാല ഇടപാടുകൾ, അതിൻ്റെ പേരിലുള്ള രാജ്യവിരുദ്ധത, തീവ്രവാദം പോലെയുള്ള ചില പരാമർശങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരിലാണ് ദ ഹിന്ദുവിൽ അങ്ങനെ ഒരു അഭിമുഖം വന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത്, ആ പണം തീവ്രവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ്, മുസ്ലിം എക്സ്ട്രീമിസം അവിടെയുണ്ട്, ഞങ്ങൾ അവർക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ് എന്ന മട്ടിലൊക്കെ. പിന്നീടത് തൻ്റെ വാചകമല്ല എന്ന് പിണറായി വിജയൻ നിരാകരിച്ചെങ്കിലും പിണറായി വിജയന് വേണ്ടി ചില ആളുകൾ എഴുതി തന്നതാണിത്, ഞങ്ങൾ ചേർത്തത് എന്ന് ഹിന്ദു പറയുമ്പോൾ എഴുതി കൊടുത്ത് ആരാണെന്ന് അന്വേഷിക്കാനോ ഏജൻസി എന്താണെന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊന്നും അദ്ദേഹം തയ്യാറാവുന്നില്ല. എന്നിടത്ത് അദ്ദേഹത്തിന് സംരക്ഷിക്കേണ്ട ആരോ തന്നെയാണ് ആ വാചകങ്ങൾ സംഘപരിവാർ കാലങ്ങളായി മലപ്പുറത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്ന കാര്യം എഴുതി കൊടുത്തതെന്ന് വ്യക്തമാണ്. അതിൻ്റെ പിന്നാലെയും അപ്പോൾ അതൊരു വലിയ തോതിലൊരു ഒരു 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 പ്രതിഷേധം ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിന് പിന്നാലെ അതിന് ഒരു ഡിഫൻസ് മെറ്റീരിയൽ നിലക്കാണ് KT ജലീൽ എന്ന് പറഞ്ഞ CPM സ്വതന്ത്ര MLA ഇപ്പോൾ CPM അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കേരളത്തിൽ മലപ്പുറത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നു, അതിനകത്ത് 99% ആളുകളും മുസ്ലിങ്ങളാണ്. അപ്പോൾ കള്ളക്കടത്ത് തെറ്റില്ലാത്ത ഒരു സംഗതിയാണ് എന്ന് മുസ്ലിം മതവിശ്വാസികൾ വിചാരിക്കുകയാണ്. അങ്ങനെ അത് തെറ്റാണെന്ന് അവരെ പഠിപ്പിക്കാൻ മതബോധനം ആവശ്യമുണ്ട്, അതിന് പാണക്കാട് തങ്ങൾ ഫത്വ പുറത്തിറക്കണമെന്നാണ് KT ജലീലിൻ്റെ ആവശ്യം. പിന്നെയും കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. സാധാരണ നിലയ്ക്ക് ഒരു ഇടതുപക്ഷ MLA നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത സ്വഭാവത്തിലുള്ള ചില വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു വളരെ ഗുരുതര സ്വഭാവമുള്ള ഒന്നാണ്, അതിനെതിരെയും പ്രതിഷേധം വരുന്നു, അത് വളച്ചൊടിച്ചു എന്ന് പിന്നെ അദ്ദേഹം പറയുന്നു. സത്യത്തിൽ ഇത് ഒരു ഒരു സങ് നരേറ്റീവാണ്. അത് പറയുന്ന KT ജലീൽ വളരെ ഡെലിബറേറ്റായി അത് പറയുന്നതായിരിക്കാം എന്നാണ് തോന്നുന്നത്. ദിവസം തീർച്ചയായും ഡെലിബറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഡെലിബറേറ്റ് ആയിട്ട് പറയണമെന്ന് വെച്ചാൽ എന്തായാലും കാരണവശം വല്ലാതൊന്നും ഗവേഷണം നടത്തേണ്ടില്ല. ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാം. ഈ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ വിനു വി ജോൺ എന്ന് പറയുന്ന ആൾ ഓൺ എയറിൽ ഒരിക്കലൊരു പ്രസ്താവന നടത്തുന്നുണ്ട്. എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ, കുറേ മുമ്പാണ് കേട്ടോ അത്, എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇത്രയും അല്പനായ ഒരു പൊതുപ്രവർത്തനം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഈ വിനുവിനോട് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പാണ്. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഡിഫൈൻ ചെയ്യാൻ ഇത്രയും മികച്ച ഒരു പ്രസ്താവന, ജലീൽ എന്ന് പറയുന്ന ആളെ ഡിഫൈൻ ചെയ്യാൻ ഇതിലും മികച്ച ഒരു പ്രസ്താവന സാധ്യമല്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇദ്ദേഹം നോക്കൂ നിഷാദെ, ഇദ്ദേഹം മന്ത്രിയായിരിക്കും ചെയ്തൊരു പണി പിന്നീട് പുറത്തു വന്നല്ലോ. അതെന്തായിരുന്നു? ഗൾഫിൽ മാധ്യമം പത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ട്, UAE-യിൽ മാധ്യമം പത്രം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ഭരണാധികാരിക്ക് കത്തയക്കുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഇന്ത്യൻ മന്ത്രി ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് കത്തയച്ചത് കേട്ടിട്ടുണ്ടോ? സാധാരണ മന്ത്രിമാരെന്താ ചെയ്യുക? ഇന്ത്യൻ പ്രോഡക്റ്റുകൾക്ക് അവിടെ കൂടുതൽ വിപണി കണ്ടെത്താനുള്ള സാധ്യതകൾ ഉണ്ടാക്കുക, അതിന് സഹായിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് വിദേശത്ത് നിരോധിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താണ്? ഇന്ത്യയിൽ അത് നിരോധിക്കണം. ഇന്ത്യയിൽ അത് നിരോധിച്ചതിന് ശേഷവും അത് വിദേശ വിപണിയിൽ ഉണ്ടെങ്കിൽ, നോക്കൂ, ഞങ്ങൾ ഇവിടെ നിരോധിച്ചൊരു പ്രോഡക്റ്റാണത്, അത് ഹസാഡസ് ആണ്, അത് അവിടെ ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് അറിയുന്നു, നിങ്ങളതിനകത്ത് ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങൾ അറിയിക്കാം. ഏത് വഴിയാണത് അറിയിക്കുന്നത്? ഫോറിൻ മിനിസ്റ്ററി വഴിയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അതിന് മുമ്പും ശേഷവും ഒരു മന്ത്രിയും ഒരു ഇന്ത്യൻ ഉൽപ്പന്നം വിദേശത്ത് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് വിദേശ രാഷ്ട്രതലന് കത്തയച്ചിട്ടില്ല. അങ്ങനെ ഒരു പണി ചെയ്ത മനുഷ്യനാണ് ഈ KT ജലീൽ എന്ന് പറയുന്നത്. ഇതേ KT ജലീലിനെതിരെ പിന്നെ കോടതിയിൽ 2 കേസുകൾ നടക്കുന്നുണ്ട്. അതെന്താ അറിയോ? മീഡിയ 1 IS ചാനലാണ് എന്ന പ്രസ്താവന അറിയുന്നത്. ആ പ്രസ്താവന അദ്ദേഹം നടത്തുന്നത് എപ്പോഴാണ്? അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം IS എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടനയാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടന ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അതിനൊന്നാമത്തെ ഉത്തരവാദി ആരാണ്? ഇയാളെ തന്നെയല്ലേ കുത്തുന്നത്? ഇങ്ങേര് മന്ത്രിയായിരിക്കുന്ന നാട്ടിൽ ഒരു അന്താരാഷ്ട്ര ഭീകര സംഘടന ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ നടത്തുന്നു എന്ന് പരസ്യമായി പ്രസ്താവന നടത്തിയ ആളാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ അല്പത്തരം എത്രയാണെന്ന് ഇത്തരം നടപടികളിലൂടെ തന്നെ മനസ്സിലാവും. അപ്പോൾ എൻ്റെ വിഷയമല്ല, ഇപ്പോൾ ഈ നിഷാദ് ഉന്നയിച്ച ഈ പ്രശ്നമുണ്ടല്ലോ, എന്താണ്? 99% കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ അത് തടയാൻ എന്താക്കണം? ഫത്വ നൽകണം. ഇതിന് 2 ഭാഗം എടുക്കുക. ഈ 99% മുസ്ലിങ്ങളാണ് നടത്തുന്നത് എന്നുള്ള ഈ ഡാറ്റ ഇങ്ങേർക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്നുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ട്.
കാസയുടെ പേജ് ഒരു പ്രധാനപ്പെട്ട ആ സോഴ്സാണ്. കാസയുടെ പേജ് ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഒക്കെ ആയിരിക്കാം. നമ്മളിൽ കാണേണ്ടത് ഒന്നാമത്തെ ഒരു പ്രശ്നം, നമ്മൾ ക്രൈമിനെ മതം വെച്ചിട്ട് ആണോ സാധാരണ തരംതിരിക്കാറുള്ളത്? ക്രൈമിനെ മതം വെച്ച് തരംതിരിക്കുക എന്നുള്ളത് ആരുടെ രീതിയാണ്? ഇപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മുസ്ലിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെ അവരുടെ മതത്തോട് ചേർക്കുക എന്നുള്ള പൊതുവായൊരു പ്രവണതയാണ്. അത് ഒരു ഇസ്ലാമോഫോബിക് ട്രെൻഡിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, മയക്കുമരുന്ന് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം മാത്രമേ അവിടെ ഉള്ളൂ, മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിഷപ്പ് നാർക്കോട്ടിക് ജിഹാദ് എന്ന പരാമർശം നടത്തുകയും വളരെ മോശമായ രീതിയിൽ വർഗീയ പ്രസ്താവന നടത്തുകയും ചെയ്തപ്പോൾ ഇതേ ഇടതുപക്ഷത്തുള്ള ഒരു മന്ത്രി എന്താ ചെയ്തത്? ആ ബിഷപ്പിന് അങ്ങോട്ട് പോയി അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അപ്പം മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ അവരുടെ മതവുമായി ചേർക്കുക. മുസ്ലിങ്ങൾ പ്രണയിച്ചാൽ അത് ലവ് ജിഹാദ്, മുസ്ലിങ്ങൾ കഞ്ചാവ് അടിച്ചാൽ അത് നാർക്കോട്ടിക് ജിഹാദ്. ഇങ്ങനെ മുസ്ലിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ മതവുമായി ചേർക്കുക, പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ക്രൈമുകളെ മതവുമായി ചേർക്കുക എന്നുള്ള പൊതുവായൊരു പ്രവണതയുണ്ട്. അത് ജലീലിനെ സ്വാധീനിച്ച ഒരു ഘടകമാവും. രണ്ടാമത്തെ ഘടകം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ ജലീൽ ചെയ്ത ഏറ്റവും വലിയൊരു രാഷ്ട്രീയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, സഖാക്കളെ നാം മുന്നോട്ട് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. അത് പി കൃഷ്ണപിള്ള കോയിൻ ചെയ്ത മുദ്രാവാക്യമാണ്. ഇടതുപക്ഷത്തെ എന്താണ് ഏറ്റവും ഊർജ്ജപ്രവാഹിയായിട്ടുള്ള മുദ്രാവാക്യം എന്ന് പറയാവുന്ന മുദ്രാവാക്യം. ഇതിനൊരു ആനുകാലിക ബദൽ കൊണ്ടുവന്നുള്ളതാണ് അടിമകളെ നാം മുന്നോട്ട് എന്ന മുദ്രാവാക്യം കോയിൻ ചെയ്ത, പ്രയോഗത്തിൽ കോയിൻ ചെയ്ത ആളാണ് ഈ ജലീൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ചെയ്യുന്നത് എന്താണ്? അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളായിരുന്നു. അപ്പം ന്യൂനപക്ഷ രാഷ്ട്രീയം ഇന്ന് ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന് അടിമകളായി നിൽക്കുക എന്നുള്ളതാണ്. അതിലൂടെ ന്യൂനപക്ഷ സംരക്ഷണം സാധ്യമാവൂ എന്നൊരു തിയറി ഉണ്ടാക്കി അതിനനുസരിച്ച് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മൂന്നാമത്തെ ഒരു ഘടകം, ഇദ്ദേഹം ഇത് പറയുന്നതിന് മൂന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും അരക്ഷിതനായ ഒരാളാണ് ജലീൽ എന്ന് പറയുന്നത്. എന്താ ആ അരക്ഷിതത്വത്തിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സിമി ഭൂതകാലമുണ്ട്. അത് അദ്ദേഹത്തെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു മതേതരവാദിയാണ്, ഒരു 22 കാരറ്റ് മതേതരവാദിയാണ്, നിരന്തരം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രശ്നം അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത്തത്, ഇന്നിപ്പോൾ ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നയമുണ്ട്. നമ്മളുണ്ടല്ലോ, അൻവർ ഒരു വിമത സ്വരം ഉയർത്തുമ്പോൾ അൻവറിനെ പെട്ടെന്ന് എന്താക്കുകയാണ്, മതവാദിയാക്കുന്നു, തീവ്രവാദിയാക്കുന്നു, മൗദൂദിയാക്കുന്നു. ഇങ്ങനെയാണ് പാർട്ടി അതിനെ നേരിടുന്നത്. അപ്പോൾ ആ സന്ദർഭത്തിൽ അൻവർ വിഷയം ഉന്നയിച്ചപ്പോൾ രംഗത്ത് വന്നപ്പോൾ തുടക്കത്തിൽ ജലീൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അൻവറിന് പിന്തുണ കൊടുക്കുകയായിരുന്നു. പക്ഷേ പാർട്ടി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്നു. പാർട്ടി അൻവറിനെ തീവ്രവാദിയും മൗദൂദിയും സുഡാപ്പിയും ഒക്കെ ആക്കുന്നു. അപ്പം ഞാൻ അതിൽപ്പെട്ട ആളല്ല എന്നുകൂടെ തെളിയിക്കേണ്ട ഒരു അധിക ബാധ്യത ജലീലിന് വരികയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതുവരെയും ഒരാളും പറഞ്ഞിട്ട്, ഈവൻ BJP നേതാക്കൾ വരെ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രസ്താവന ജലീൽ നടത്തുന്നത്. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞങ്ങളാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് K. സുരേന്ദ്രൻ പറയുന്നത്. 99% മുസ്ലിങ്ങളാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നത് മുസ്ലിങ്ങളാണ്. ഒന്ന് ആലോചിച്ചു, ഈ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? അത് ടാക്സ് ഇവേഷനാണ്. സ്വർണം നിരോധിത വസ്തുവല്ല. സ്വർണം ആർക്കും ഇത്രയും സ്വർണം എങ്ങനെയും വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ അതിൻ്റെ നിയതമായ രീതിയിൽ കൊണ്ടുവരാതെ ടാക്സ് വെട്ടിപ്പ് നടത്തും. സ്വർണ്ണക്കള്ളക്കടത്ത് തന്നെ ബേസിക്കലി ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതാണ്. അപ്പോൾ ടാക്സ് ഒഫൻസ് എന്താണ് അവിടെ? ടാക്സ് വെട്ടിപ്പാണ്. അപ്പോൾ ഇന്ത്യയിൽ ടാക്സ് വെട്ടിപ്പ് നടത്തുന്ന 99% മുസ്ലിങ്ങളാണോ? ഇന്ത്യയിൽ ഒറ്റ കാര്യം നിഷാദ് ഗൂഗിൾ ചെയ്യുക, ഇന്ത്യയിലെ മേജർ ഫിനാൻഷ്യൽ സ്കാംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഗൂഗിൾ റോസ് തരുമല്ലോ നമുക്ക്, 10 റോസ് 20 റോസ് എന്ന് പറഞ്ഞിട്ട് തരും. അതിൽ ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെട്ട ഫിനാൻഷ്യൽ സ്കാമുകൾ മൊത്തം കിട്ടും. അതിലേതെങ്കിലും ഒന്ന് ഈ ജലീൽ പറഞ്ഞ സമുദായം ഉണ്ടോ എന്ന് നോക്കണം. നമ്മളുടെ ഓർമ്മയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്കാം, ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്, സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് നീരവ് മോഡിയുടെയാണ്. 13,400 കോടി രൂപ. ഒന്ന് ഭാവന ചെയ്യണം. 13,400 കോടി രൂപ തട്ടിച്ച് ലണ്ടനിലേക്ക് പോയ ആളാണ്. വിജയ് മല്യ 9,000 കോടി രൂപ. പിന്നെ ലളിത് മോഡി എത്ര 10,000 കോടിയാണ് കൊണ്ടുപോയതിനെ കുറിച്ച് കൃത്യമായ പല കണക്കുകളാണ് അതേക്കുറിച്ചുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏതാണ് സമുദായം? ജലീലിൻ്റെ തിയറി വെച്ചിട്ട് നമ്മൾ നോക്കുകയാണ്, ടാക്സ് വെട്ടിപ്പ് നടത്തും, ഇതൊക്കെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. സന്യാസിമാർ രംഗത്തിറങ്ങണം. പാണക്കാട് തങ്ങൾ ഫത്വ ഇറക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ജലീലിൻ്റെ തിയറി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്?
ജലീലിൻ്റെ തിയറി ഗോവിന്ദ മാഷ് അതിന് പിന്തുണയും കൊടുത്തിട്ടുണ്ട്. എന്താണ്, മത നേതാക്കൾക്ക് ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തിയറി നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു ഒഫൻസ്, ഒരു ക്രൈം ഇല്ലാതാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? മത നേതാക്കൾക്കാണ്. ഇദ്ദേഹം ഒരു ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാളല്ലേ. ഭരണഘടന വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ആൾ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഭരണഘടനാപരമായ ഉത്തരങ്ങളാണ് നൽകേണ്ടത്, നിയതമായ ഉത്തരങ്ങളാണ് നൽകേണ്ടത്. അപ്പം നാട്ടിലൊരു ഒഫൻസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒഫൻസ് നടത്തുന്ന ആളുകളുടെ മതം തിരിച്ച് അത് തടയേണ്ട ഉത്തരവാദിത്വം അതാത് മത നേതാക്കൾക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഭരണഘടനയുടെയും നിയമത്തിൻ്റെയും ആവശ്യം എന്താണ്? കോടതികളുടെ ആവശ്യം എന്താണ്? പാണക്കാട് തങ്ങളെ ഏൽപ്പിച്ചാൽ പോരെ കാര്യങ്ങൾ. കുറേ കാര്യങ്ങൾ പാണക്കാട് തങ്ങളെ ഏൽപ്പിക്കുക, കുറേ കാര്യങ്ങൾ ഈ സ്വാമിമാരെ ഏൽപ്പിക്കുക, ശങ്കരാചാര്യന്മാരെ ഏൽപ്പിക്കുക, മഠങ്ങളെ ഏൽപ്പിക്കുക, ബിഷപ്പുമാരെ ഏൽപ്പിക്കുക. ഇങ്ങനെയാണോ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കേണ്ടത്? ഒന്ന് ആലോചിച്ച്, ഇദ്ദേഹം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണെന്ന് പറയുന്നത്. ഈ മനുഷ്യനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ പിന്നെ ഹിന്ദുക്കളായ ആളുകൾ നടത്തുന്ന ടാക്സ് വെട്ടിപ്പ്, നീരവ് മോഡി, ലളിത് മോഡി, പിന്നെ ഇവരാണ് വിജയ് മല്യ, ഹർഷദ് മേത്ത, ഇവരൊക്കെ നടത്തുന്ന ടാക്സ് വെട്ടിപ്പുകൾ നടത്താൻ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? അത് ഏതെങ്കിലും സ്വാമിമാരെ, മഠങ്ങളെ ഏൽപ്പിക്കുക. അവർ നിർദ്ദേശം കൊടുക്കണം, നിങ്ങൾ ഈ പരിപാടി നടത്തരുത്. ഇതേ ജലീൽ പിന്നെ ഈ ഞായറാഴ്ച ഇന്നലെ ദേശാഭിമാനിയുടെ വരാന്ത പതിപ്പിനൊരു അഭിമുഖം കൊടുക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷവും ഹിന്ദു പോലീസുകാരാണ്. ജലീലിൻ്റെ ഈ തിയറി ഉണ്ടല്ലോ, സ്വർണ്ണ തിയറി വെച്ചിട്ട് ഇതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? ഹിന്ദു പോലീസുകാർക്ക് നമ്മുടെ സ്വാമിമാർ നിർദ്ദേശം കൊടുക്കണം, നിങ്ങളെന്ത് വേണം, നിങ്ങൾ നല്ല അച്ചടക്കമുള്ള പോലീസുകാരാവണം, ശിക്ഷാ നടപടിക്ക് വിധേയമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത മികച്ച പോലീസുകാരാക്കി ഹിന്ദു പോലീസുകാരെ മാറ്റേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് പിണറായി വിജയനല്ല, മറ്റേ DGPക്കല്ല, ADGPക്കല്ല, ആർക്കാണ്? സ്വാമിമാർക്കാണ്. കാരണം ഇവിടെ മഹാഭൂരിപക്ഷം 100-ലേറെ പോലീസുകാർ ശിക്ഷാ നടപടിക്ക് വിധേയമായിരിക്കുന്നു. അവരിൽ മഹാഭൂരിപക്ഷവും ഹിന്ദു പോലീസുകാരാണ് എന്ന് ജലീൽ കണ്ടെത്തിയിരിക്കെ കള്ളക്കടത്ത് തടയേണ്ട ഉത്തരവാദിത്വം പാണക്കാട് തങ്ങൾക്കാണെങ്കിൽ ഈ അച്ചടക്കരഹിതമായി പ്രവർത്തിക്കുന്ന പോലീസുകാരെ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഇവിടെയുള്ള ഹിന്ദു സന്യാസിമാർക്കാണ്. ഈ ജാതി മണ്ടത്തരം വിളമ്പാൻ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് സാധിക്കുന്നെന്നുള്ളത് നമ്മുടെ നാടിൻ്റെ മാത്രം ഒരു സവിശേഷതയാണ് കേട്ടോ. അങ്ങനെ അത് ആ മണ്ടത്തരം വിളമ്പുക മാത്രമല്ല, ആ മണ്ടത്തരത്തിന് ന്യായങ്ങൾ ചമച്ച് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ടത്തര അലങ്കാരമായിട്ട് പുള്ളി കൊണ്ടു നടക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇദ്ദേഹം ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആളാണ്, ഒരു പാർട്ടിയുടെ പ്രതിനിധിയായി മത്സരിച്ച് നിയമസഭയിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ എൻഡോസ് ചെയ്യുന്ന സ്വഭാവത്തിൽ പാർട്ടി സെക്രട്ടറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാധ്യത എന്തിനാണ് പാർട്ടി ഏറ്റെടുക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നു ഹിന്ദുവിൽ, അത് എൻ്റെതല്ല, എൻ്റെ വാക്കല്ല എന്ന് പിണറായി വിജയൻ്റെ ഓഫീസ് അറിയിക്കുകയാണ്. എന്നതിന് ശേഷം അതേക്കാൾ മാരകമായ പ്രസ്താവന അവരുടെ പാർലമെൻ്ററി പാർട്ടിയിൽപ്പെട്ട ഒരാൾ മുന്നോട്ട് വെക്കുകയാണ്. അതിനെ പിന്തുണച്ചുകൊണ്ട് MP ഗോവിന്ദൻ സംസാരിക്കുകയാണ്. ഇത് ജലീലിന് അദ്ദേഹത്തിനൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ പാർട്ടിയാണ് ഈ ഭാരം ഏറ്റി പാർട്ടി നടക്കുകയാണെങ്കിൽ, ഈ ലഗേജും ഏറ്റി പാർട്ടി നടക്കുകയാണെങ്കിൽ അതിൻ്റെ നഷ്ടം പേരേണ്ടി വരിക CPM എന്ന് പറയുന്ന പാർട്ടിയായിരിക്കും. അല്ല അജിംസ്, ഇതിനകത്ത് CPMന് അതിൻ്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരും ദാവൂസായി പറഞ്ഞു. സത്യത്തിൽ ഇദ്ദേഹത്തെ പാർട്ടി ഫീൽഡ് ചെയ്യുന്നതാണോ, അതോ ഇദ്ദേഹം സ്വയം ഞാനൊരു മതനിരപേക്ഷവാദിയും അൻവറിനോട് യോജിക്കാത്ത ആളും പാർട്ടി ഭക്തനുമാണെന്ന് വ്യക്തിപരമായി സ്ഥാപിക്കാൻ ശ്രമിച്ച് വഷളാവുന്നതാണോ ഈ കാണുന്നത്? ഞാൻ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ പറ്റി സംസാരിച്ചിട്ട് നമ്മൾ ഔട്ട് ഓഫ് ഹൗസ് 3-4 വർഷമായല്ലോ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 പ്രാവശ്യം ഇദ്ദേഹത്തെ പറ്റി ഇവിടെ നിന്ന് സംസാരിക്കണമെന്നുള്ളൂ. ഇതിനു മുമ്പ് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കശ്മീർ പരാമർശത്തിലാണ്. അതായത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരാൾ, ഒരു കോളേജ് അധ്യാപനമാണ്, അദ്ദേഹത്തിൻ്റെ വിഷയം ചരിത്രമാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ഒരാൾ കശ്മീരിനെ പറ്റി നടന്നൊരു പ്രസ്താവന എത്രമാത്രം ഉത്തരവാദിത്തരഹിതമാണെന്നായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ അന്ന് പറഞ്ഞൊരു വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം പഠിപ്പിക്കുന്ന കുട്ടികളെക്കാൾ രാഷ്ട്രീയ ബോധ നിലവാരം കുറഞ്ഞ ആളാണ് അദ്ദേഹം എന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കമൻറ്റ് ചെയ്യുന്നതിൽ പ്രസക്തിയൊന്നുമില്ല. കാരണം പ്രൂവൺ സ്റ്റുപ്പിഡിറ്റിയുടെ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തവണ. അപ്പോൾ നിഷാദ് ചോദിക്കുന്നതാണ്, ഇത് ആരുപയോഗിച്ചാണ് ഇദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്നത് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു
മറ്റൊരു നമ്മൾ ഇതിനു മുമ്പ് കണ്ടല്ലോ മലപ്പുറത്തെക്കുറിച്ച് ഉള്ള PR ഓപ്പറേഷൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി പത്രത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ തിരികെ കയറ്റിയതുപോലുള്ള മറ്റൊരു ഓപ്പറേഷനാണ് എന്ന് ഇത് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെയാണെന്ന് പറയാൻ കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അയക്കുന്ന ഒരു കത്ത്, ആ കത്ത് പബ്ലിഷ് ചെയ്യുന്നതിനെ തുടർന്നാണല്ലോ ദ ഹിന്ദു പത്രം ഈ PR ഏജൻസി ഉണ്ട് എന്നുള്ള കാര്യം പുറത്തു വരുന്നത്. ഇപ്പോൾ ജലീൽ വാ തുറന്നാൽ എന്താണ് പറയുക എന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പ്ലാന്റ് ചെയ്ത ഒരു അഭിമുഖമാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ദേശാഭിമാനിയിലെ അഭിമുഖം അച്ചടിച്ച് വരുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിലൊരു ചാനൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അതിലാണ് ആദ്യമായിട്ട് അദ്ദേഹം അത് പറയുന്നത്. അതിനുശേഷം ദേശാഭിമാനിയിൽ ഇൻ്റർവ്യൂ വരുന്നു. ഇൻ്റർവ്യൂവിൽ കുറേ കൂടി കടത്തിക്കൊണ്ട് ഈ പോലീസുകാർ, പിന്നെ പിണറായി വിജയൻ പിടിച്ചോടെ പോലീസുകാരെണ്ണത്തെക്കുറിച്ച് കൂടി പറയുന്നു. ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ ഏറെക്കുറെ തീർച്ചയായിട്ടുണ്ട്. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്, ഒരുപക്ഷെ ദേശാഭിമാനിയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വിവാദമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മലപ്പുറം പരാമർശം മുഖ്യമന്ത്രി വേറെ തരത്തിൽ പറഞ്ഞതാണ്. അത് അദ്ദേഹത്തിന് പോലും തള്ളി പറയേണ്ടി വന്നു. ഒരു പ്രദേശത്തെയും ഞാൻ എതിരായി കാണുന്നില്ല, അത് ആ പ്രദേശത്തുള്ളവരൊക്കെ പ്രശ്നക്കാരാണെന്ന അഭിപ്രായം എനിക്കില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നൊരു വിഷയത്തിൽ ആ വിഷയം അങ്ങനെ പോയാൽ പോരാ, അതങ്ങ് സൈഡ് ലൈൻ ആയാൽ പോരാ, ഇത് കുറേ കൂടി കത്തണം എന്ന് വിചാരിക്കാൻ അത് ജലീലിൻ്റെ ബുദ്ധിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജലീലിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിച്ച്, എന്തെങ്കിലും തരത്തിലുള്ള യുക്തി അതിലില്ലല്ലോ, ഒരു തരത്തിലുള്ള യുക്തിയില്ല. ഇനി ഇതിൻ്റെ ഫാക്റ്റ് തന്നെ നോക്കുക. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ നാട്ടിൽ പോയപ്പോൾ, എൻ്റെ നാട് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു ജ്വല്ലറിക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വെറുതെ ഒരു കുശലാന്വേഷണം നടത്തിയപ്പോൾ മകനെ കാണുന്നില്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ജയിലിലാണ് എന്ന് പറയാം. എന്താ പ്രശ്നം? വല്ലാർപ്പാട് എയർപോർട്ടിലൊരു കണ്ടെയ്നറിൽ കുറച്ച് സ്വർണം കൊണ്ടുവന്നു, പിടിച്ചു, ജയിലിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോടെ ആരാണ് ഉപദേശിക്കുക? അദ്ദേഹം ഏതായാലും എന്തല്ല പാണക്കാട് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളല്ല. അദ്ദേഹം ഇനിയിപ്പോൾ പിണറായി വിജയൻ പറഞ്ഞാലും കേൾക്കുന്ന ആളല്ല, നന്നാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളല്ല. അപ്പോൾ ഇത്തരം ആൾക്കാരെ ആരും ഉപദേശിക്കും? ഇതിപ്പോൾ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ ഉപദേശിക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു മതപരമായ വിഷയമല്ല, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നവും ഒരു ഭരണപരമായ പ്രശ്നമാണിത്. ഇത് കൃത്യമായി ആരാണ് ചൂണ്ടിക്കാട്ടുന്നത് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഒരു യൂത്ത് കോൺക്ലേവ് കൊച്ചിയിൽ നടന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ വന്ന് കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ പറ്റി പ്രസംഗിച്ചു. അതിൻ്റെ പിറ്റേന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു. ഈ കേരളത്തിലെ സ്വർണ്ണക്കടത്തിനെ പറ്റി പറയുന്ന പ്രധാനമന്ത്രി സ്വന്തം തലയിൽ തപ്പി നോക്കണം. അദ്ദേഹം അതിന് ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം, ഇന്ത്യയിൽ നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് മ്യാൻമർ അതിർത്തി വഴിയാണ് ഇപ്പോൾ വരുന്നതെന്ന് DRI സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ, പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ എവിടെയാണ്? അത് മഹാരാഷ്ട്രയും ഗുജറാത്തിലുമാണ്. നമ്മളിത് പുറത്തേക്ക് ഇറങ്ങി നോക്കുക. ഈ സ്വർണം വരുന്നതിന് പലതരം പർപ്പസ് ഉണ്ടാവും. ജ്വല്ലറി വഴികളോ ആഭരണമാകുന്നുണ്ടാവും. ഇന്ത്യക്കാർ കൂടുതൽ സ്വർണ്ണാഭരണങ്ങൾ കൺസ്യൂം ചെയ്യുന്നവരായിരിക്കാം. അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? ഇപ്പോൾ ഇത്രയധികം സ്വർണ്ണം പിടിക്കുന്നതിൻ്റെ പർപ്പസ് ഒന്ന് ഹവാലയായിരിക്കാം. ഓക്കെ, ഈ സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിൽ വിൽക്കുന്നവരാണ് കൂടുതൽ. നമ്മൾ നോക്കുക, മാർവാടികളും ഗുജറാത്തിലുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ വേറെ സ്ഥലത്താണ്, കേരളമല്ല. ഇനി കേരളത്തിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് കൂലിപ്പണിക്കാരായ ഗൾഫിലെ ഏറ്റവും വരുമാനം കുറഞ്ഞ ആളുകൾ അവരുടെ അന്തസ്സ് പണയം വെച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത്. അത് ഇല്ലാതാക്കണമെന്നുള്ള മാർഗ്ഗം എന്താണ്? അത് തോമസ് ഐസക് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. ഇറക്കുമതി തീരുവ കുറയ്ക്കുക, അത് മാത്രമാണ് അതിൻ്റെ ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ 50,000 രൂപയുടെ ഏതെങ്കിലും വസ്തു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനം GST നിയമം വന്നതിന് ശേഷം ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ പരസ്പരം കൊണ്ടുപോകണമെങ്കിൽ E-way ബില്ല് വേണം. 50,000 രൂപയിൽ കൂടുതലുള്ള വസ്തു ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ സ്വർണം കൊണ്ടുപോകാൻ E-way ബില്ല് വേണ്ട. അങ്ങനെ നിയമമുണ്ട്. അതിൻ്റെ കാരണമായി പറയുന്നത്, E-way ബില്ല് വെച്ച് കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകുന്നവരുടെ സുരക്ഷയെ ബാധിക്കും എന്നാണ് GST കൗൺസിലിൽ ഗുജറാത്തും UPയും വാദിച്ചത്. അപ്പോൾ തോമസ് ഐസക് അധ്യക്ഷനായിട്ടൊരു ഉപസമിതി വെച്ചു, ഇതിനെന്താ പരിഹാരം. അപ്പോൾ ഇത് നടപ്പാക്കാൻ, E-way ബില്ല് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെ നടപ്പായിക്കോട്ടെ എന്നൊരു നിർദ്ദേശം വെച്ചിട്ട് ഇതുവരെയും നിയമമായിട്ടില്ല. എന്നിട്ടാണ് മോദി സ്വർണ്ണക്കള്ളത്തെക്കുറിച്ച് സംസാരിക്കുന്നത് തോമസ് ഐസക് പറയുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ്? ഇത് തികച്ചും ഭരണപരമായ ഒരു പ്രശ്നമാണ്. ആ ഭരണപരമായ പ്രശ്നത്തെ മതപരമായി വ്യാഖ്യാനിക്കണമെങ്കിൽ ചില്ലറ അല്പബുദ്ധിയൊന്നും പോരാ. വിവേകശൂന്യരായ മനുഷ്യർ സമൂഹത്തിനുണ്ടാക്കുന്ന ഭാരം ചില്ലറയൊന്നുമല്ല.